ഒരു പ്രധാനപ്പെട്ട പ്രതികരണം വരുന്നത് എം.എൽ.എ സ്ഥാനം രാജിവെക്കുന്ന കാര്യം ആലോചനയിൽ പോലുമില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. ഇതുവരെ പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിക്കുന്നു. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇതെവിടെയാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്? കൂടുതലായി എന്ത് പറയുന്നുണ്ട് അദ്ദേഹം? അനുജ, ഈ രാജിക്കാര്യവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ അദ്ദേഹവുമായി ക്യാമറയൊന്നും ഇല്ലാതെ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം എം.എൽ.എ സ്ഥാനം രാജിവെക്കുന്ന കാര്യം ആലോചനയിൽ പോലുമില്ല എന്ന് വ്യക്തമാക്കുന്നത്. ഈ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ദിവസമായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ തന്നെയാണ് തുടരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്കാര്യം ആലോചിക്കുന്ന പോലുമില്ല എന്നൊരു കാര്യം എന്തായാലും അറിയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഒരു പരസ്യമായ ഒരു കൂടിക്കാഴ്ച നടത്താമെന്ന് തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സമയം ഉൾപ്പെടെ ഇനിയും നിശ്ചയിച്ചിട്ടില്ല. എന്തായാലും രാഹുലിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ, മാധ്യമങ്ങളോടുള്ള ഒരു പ്രതികരണം എന്തായാലും അധികം വൈകാതെ വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ കൂടുതൽ സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് തന്നെ മാധ്യമങ്ങളെ അദ്ദേഹം കാണുമെന്ന സൂചനയാണോ നമുക്ക് ലഭിച്ചത്? ഈ പാർട്ടി അനുജ, അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി അല്ലെങ്കിൽ രാഹുലുമായി തന്നെ സംസാരിക്കുമ്പോൾ രാഹുൽ ഇത്തരത്തിലാണ് കാണാം, അക്കാര്യം അറിയിക്കാമെന്നാണ് രാഹുൽ നിലവിൽ പറയുന്നത്. കാരണം കേരളം ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം തനിക്കെതിരെ ഒരു പോലീസ് കേസ് പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. നിയമത്തിൻ്റെ കണ്ണിൽ താൻ കുറ്റവാളിയല്ല. തനിക്ക് ആകെ ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെക്കുക എന്നൊരു കാര്യമായിരുന്നു. അത് താൻ സ്വമേധയാ ചെയ്തൊരു കാര്യമാണ്. കാരണം പാർട്ടി പോലും തന്നോട് അത്തരത്തിൽ അധ്യക്ഷ പദം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലും ധാർമ്മികയുടെ പുറത്ത് പാർട്ടി പ്രവർത്തകർ തനിക്ക് വേണ്ടി ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ചെയ്തതെന്നാണ് രാഹുൽ പറയുന്നത്. അന്ന് വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രാജി എന്നൊരു കാര്യം ആലോചിക്കുന്നില്ല, അത്തരം ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പറയുന്നത്. പാർട്ടിയിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും എം.എൽ.എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അധികം വൈകാതെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പഴയതുപോലെ മണ്ഡലത്തിൽ സജീവമാകാനാണ് നിലവിൽ രാഹുലിൻ്റെ ഒരു പദ്ധതി. ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നതായാലും അധികം വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കാണാമെന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അക്കാര്യത്തിൽ നേതൃത്വവുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഒരു പ്രതികരണത്തേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. എന്തായാലും അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയിട്ടില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പരസ്യമായി പുറത്തു വന്നത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിക്കൊണ്ടാണ്. അതിനുശേഷം രാഹുൽ അങ്ങനെ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ആ ഘട്ടത്തിൽ പോലും ഉറച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എം.എൽ.എ സ്ഥാനം രാജിവെക്കില്ല. അത്തരത്തിലൊരു രാജിക്ക് വേണ്ടിയുള്ള സാഹചര്യം നിലവില്ല. തനിക്കെതിരെ ഒരു പോലീസ് കേസ് പോലും നിലവില്ല. എല്ലാം വെറും പുകമറയും ആരോപണങ്ങളും മാത്രമാണെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആവർത്തിച്ച അതേ നിലപാട് തന്നെ ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അന്ന് അദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിയുകയാണ് ചെയ്തത് എന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ എം.എൽ.എ സ്ഥാനം രാജിവെക്കുന്നതിൽ ഒരു ആലോചന പോലും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യം പാർട്ടിയും മുന്നോട്ട് വച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓഫ് ക്യാമറയിലാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് എ.വി. ജയശങ്കർ നൽകിയ വിവരം. അദ്ദേഹം അടൂരിലെ വസതിയിലുണ്ട് എന്നാണ് എ.വി. ജയശങ്കർ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.